ആ രക്ഷകർത്താവിനോട് ഈ കുട്ടിയുടെ രക്ഷകർത്താവിനോട് ഇന്ന് സ്കൂളിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു എന്നും സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. അതാണ് ആകെ ഈ സ്കൂളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ആ കുട്ടിയെ ബാധിച്ചിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും RDO സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവർ മറ്റ് കാര്യങ്ങൾ പരിശോധിക്കും. നമസ്കാരം. കാട്ടാക്കടയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി തൂങ്ങി മരിച്ച സംഭവം കേരളത്തിൽ കോളിളക്കമായി മാറിയിരിക്കുന്നു. വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും സുരക്ഷിതരല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ 5 കുട്ടികൾ കൂടി ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു, റാഗിംഗ് ചെയ്തു എന്നുള്ളതാണ് കേരളം കണ്ടറിഞ്ഞത്, കണ്ടു ഞെട്ടിയത്. എന്നാൽ ആ കുട്ടിയുടെയോ കുട്ടിയുടെ മാതാപിതാക്കളുടെയോ ആയുസിന്റെ ബലം കൊണ്ടാണ് കുട്ടി മരണപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കുറേ നാളുകൾക്ക് മുമ്പാണ് വയനാട് പുക്കോട്ട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിനെ റാഗ് ചെയ്ത് ഒരു പറ്റം SFI വിദ്യാർത്ഥികൾ വധിച്ചത് എന്നുള്ളത് ഇപ്പോഴും നടുങ്ങുന്ന ഒരു ഓർമ്മയായി കേരളത്തിന്റെ മനസാക്ഷിയിൽ നടുങ്ങുന്ന ഓർമ്മയായി ഇപ്പോഴും സിദ്ധാർത്ഥിന്റെ മരണം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥി ആക്രമിക്കപ്പെടുന്നതും റാഗിങ്ങിന് ഇരയാവുന്നതും. ആ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ വരെ ഡംബൽ കെട്ടി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ, ദേഹമാസകലം കോമ്പസ് കൊണ്ട് വരഞ്ഞ് ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം മൃഗീയമാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്കും ഈ കോളേജിന്റെ വാർഡനുമെല്ലാം ഇക്കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ട്. ഇവരെ കൂടി ഈ കുറ്റകൃത്യത്തിൽ പ്രതിയാക്കണം എന്ന് തന്നെയാണ് പൊതുസമൂഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കാട്ടാക്കടയിൽ +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വാർത്ത ഇടുത്തി പോലെ കേരളത്തിന്റെ തലയിലേക്ക് വീണ്ടും വരുന്നത്. സ്കൂളിൽ റെക്കോർഡ് സൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, റെക്കോർഡ് സീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്നാണ് ആ വിദ്യാർത്ഥിക്ക് നേരെ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് മോശമായ ഒരു പെരുമാറ്റമുണ്ടായി. വിദ്യാർത്ഥിയെ അവർ തെറി വിളിച്ചു എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് മാനസിക വിഷമം കൊണ്ട് തന്നെയാണ്, മാനസികമായി പീഡിപ്പിക്കപ്പെട്ടതിനാലാണ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ചത് എന്നുള്ളതാണ് അറിയുന്നത്. ബെൻസൺ ആന്റണി എന്ന ഈ വിദ്യാർത്ഥിയുടെ മരണം കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ കാട്ടാക്കട MLA G. സ്റ്റീഫൻ മാധ്യമങ്ങളോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ഒരു കാരണവശാലും ഇത്തരം ഒരു സംഭവം അനുവദിക്കത്തക്കതല്ല, ഉണ്ടാകാൻ പാടില്ലാത്ത തന്നെയാണ്. സാംസ്കാരിക കേരളത്തിന് അപമാനം തന്നെയാണ്. കുറെ കാലങ്ങളായി സാംസ്കാരിക കേരളത്തിൽ ഇത്തരം ചില അപശകുനങ്ങൾ നിറഞ്ഞ വാർത്തകളാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇതിനൊരു അറുതി വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് G. സ്റ്റീഫൻ MLA മാധ്യമങ്ങളോട് സംസാരിച്ചത്. കാട്ടാക്കടയിലെ +1 വിദ്യാർത്ഥി തൂങ്ങി മരിച്ചതിനെ തുടർന്ന് MLA G. സ്റ്റീഫൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ചില പരാമർശങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ രാവിലെ ഈ വിവരം അറിഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പ്രിൻസിപ്പലിനെ ഇപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞ വിവരങ്ങൾ ആണ് എൻ്റെ മുന്നിൽ പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ +1 പഠിക്കുന്ന കുട്ടിയാണ് എബ്രഹാം ബെൻസൺ. ഇന്നലെ അയാളുടെ ഒരു റെക്കോർഡ് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓഫീസിൽ ക്ലർക്കുമായി ഒരു സംസാരത്തിനിട വന്നു എന്നും ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആ രക്ഷകർത്താവിനോട് ഈ കുട്ടിയുടെ രക്ഷകർത്താവിനോട് ഇന്ന് സ്കൂളിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു എന്നും സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. അതാണ് ആകെ ഈ സ്കൂളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ആ കുട്ടിയെ ബാധിച്ചിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും RDO സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവർ മറ്റ് കാര്യങ്ങൾ പരിശോധിക്കും. ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തെ സംബന്ധിച്ചും പോലീസ് പരിശോധിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ഇന്ന് ലീവാണ് എന്ന് പ്രിൻസിപ്പലിനെ ഇന്നലെ രാത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ അതിലൊരു പരിശോധനയാണ് ആവശ്യം. അതിന് ഈ കൂട്ടത്ത് കുട്ടികളുണ്ടായിരുന്നു, അവരുടെ അഭിപ്രായം, അവരുടെ മൊഴി, അതെല്ലാം ബന്ധപ്പെട്ട അധികൃതർ പരിശോധിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുള്ളൂ. അല്ലാതെ ഈ റെക്കോർഡ് ടീച്ചർ ഒപ്പിട്ട് പ്രിൻസിപ്പൾ ഒപ്പിട്ടാൽ സീൽ ചെയ്യണം. അപ്പോൾ ആ സീൽ ചെയ്യാൻ ആ കുട്ടി അവിടെ പോയപ്പോൾ സീൽ ചെയ്ത് കൊടുത്തില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലൊരു സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
ഈ പ്രിൻസിപ്പൾ ഒപ്പിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആ കുട്ടിയുടെ അസൈൻമെന്റ് അല്ല ആ കുട്ടി കൊണ്ട് ചെന്നതെന്നും പറയുന്നു. പ്രിൻസിപ്പളാണ് പറഞ്ഞത്. അല്ല, അത് അങ്ങനെ അവർ ആദ്യം കൊണ്ടുവരുന്ന റെക്കോർഡുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ അവർ തമ്മിൽ ഈ പ്രിൻസിപ്പളും ഇവരും തമ്മിൽ വേറെ സംസാരം നടന്നിട്ടില്ല. ഈ സീല് വയ്ക്കാൻ വേണ്ടി പോയ സമയത്തുള്ള ഒരു സംസാരമാണ് ഇവർ തമ്മിലുണ്ടായതെന്നാണ് ഇവിടെ വന്ന പ്രിൻസിപ്പളിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചത് MLAക്ക് തോന്നുന്നുണ്ടോ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന്? അത് പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ. ഇവിടെ വന്ന ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു വിവരമാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്. ഈ ഒരു അവസ്ഥയിൽ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചോദിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവരോട് എന്താ കാര്യം എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ചുരുക്കം ചില വാക്കുകളിൽ അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട്